സോ എല്ലാവർക്കും പ്രശ്നേ മരുപടിയിൽ സ്വതം സോമച്ചമരെ നമ്മൾ ഇന്ന് റിയാക്ട് ചെയ്യണം പവൻ കല്യാണിൻ്റെ ഹര ഹര മല്ലു എന്ന് പറയുന്ന ഒരു മൂവി ഒഫീഷ്യലായിട്ട് ഞാൻ മൂവി കാണാമെന്നാണ് വിചാരിച്ചത്. ആക്ച്വലി ആ പടം ഒന്ന് കണ്ടു നോക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ കണ്ടു നോക്കാമെന്ന് പറഞ്ഞാൽ യൂട്യൂബ് തോണ്ടണ സമയത്താണ് പെട്ടെന്ന് എൻ്റെ കണ്ണിൽ ഇത് പെട്ടത്. ഈ ഒരു സംഭവം നമ്മുടെ റീലോഡ് റോസ്റ്റിൻ നോക്കിയപ്പോൾ അതൊരു ട്രോളായിട്ട് ഇട്ടേക്കണ്. യൂഷ്വലി ഞാൻ അങ്ങനെ ട്രോൾ മൂവീസൊക്കെ വന്നു കഴിഞ്ഞാൽ യൂഷ്വലി വെറുതെ 2.5 മണിക്കൂർ അത് കണ്ട് തീർക്കാറില്ല. സോ അതിന് പകരം ഞാൻ എന്ത് ചെയ്തു, ഒരു 8-10 മിനിറ്റുള്ള ഒരു ട്രോൾ കണ്ട് തീർക്കും. സോ എന്തായാലും ഫസ്റ്റ് നമുക്ക് ഈ ട്രോൾ ഒന്ന് റിയാക്ട് ചെയ്തു. ആ പടത്തിൻ്റെ ഒരു ഉള്ളടക്കം എന്താണെന്ന് അറിയട്ടെ. എനിക്ക് വെറുതെ 3 മണിക്കൂർ സ്പെൻഡ് ചെയ്യണോ, അതിനുള്ള വെർത്ത് ഉണ്ടോ ഇല്ലയോ നമുക്ക് നോക്കാം. പക്ഷേ എന്തായാലും നമുക്ക് ലെറ്റ്സ് വാച്ച് റിലോട്ട് റോസ്റ്റിൻ്റെ കണ്ടകാലൻ്റെ കുണ്ടാമണ്ടിത്തരങ്ങൾ നോട്ട് റിവ്യൂ. ലെറ്റ്സ് ഗോ. റിലോട്ട് റോസ്റ്റിൻ്റെ ഐസ് ലെറ്റ്സ് ഗോ. ഓക്കെ, ബാഹുബലിയും KGF കൂടി ഒരിക്കൽ ഒറ്റരിപ്പിന് കണ്ടു തീർത്ത് നമ്മുടെ പവൻജി. അതുപോലെ തന്നെ എനിക്ക് വേണമെന്ന് പറഞ്ഞ് പടച്ചൊരു കാട്ടവരാതാണ് ഹരിഹര വീരമല്ലു. ആള് ഏത് വകമല്ലുള്ളത്. സോ ഈ പടം തന്നെ ബാഹുബലിയിലെ പോലെ ഒരു കൊട്ടയിൽ ഒഴുകി വരുന്ന നമ്മുടെ കുഞ്ഞുമല്ലുവിനെ സലാറിന്റെ അമ്മയും കട്ടപ്പയും കൂടി തൂക്കിയെടുത്ത് വളർത്തുന്നത്. കട്ടപ്പയിലും മുടിയുണ്ട് കേട്ടോ. ഓ, കോപ്പറേറ്റ് കൺഫേം. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം വളർന്ന് കിളവനായി മാറിയ മല്ലു കളവിൽ ഒരു പ്രൊഫഷണൽ ഡിഗ്രി എടുത്ത് ആ നാട്ടിലെ ഒരു പേര് കേട്ട കാട്ടുകള്ളനായി മാറും. സ്പെസിഫിക്കലി ഒരു കൽക്കണ്ട കള്ളൻ. കൽക്കണ്ട എവിടെ കണ്ടോ ഈ ചങ്ങായി ചാടി വീണ് അത് അടിച്ചോണ്ട് പോകും. അങ്ങനെ ഒരിക്കൽ മച്ചിലപ്പട്ടണത്തിലെത്തിയ മല്ലു അവിടെ വന്നൊരു സായിപ്പിന്റെ അരയിൽ കൽക്കണ്ട ഉണ്ട് എന്ന് അറിഞ്ഞ് അയ്യയ്യേ എന്നൊരു BGM ഒക്കെ ഇട്ട് ഒരുമാതിരി പരട്ട പ്രിൻസ് ഓഫ് പേർഷ്യനെ പോലെ എന്തൊക്കെയോ കാണിച്ച് അയാളുടെ കക്കാമ്പരൽ കൽക്കണ്ട അടിച്ചു മാറ്റും. ജനങ്ങളെ കൊള്ളയടിക്കാൻ പല കൂട്ടങ്ങളും എത്തും, പക്ഷേ ആ കൂട്ടങ്ങളെ തോൽപ്പിക്കാൻ ഒരൊറ്റ തീപ്പൊരി പറന്നു പോണ്. ഇപ്പൊ കയറെടുക്കാൻ പോയതാ. ന്യൂട്ടനൊക്കെ അങ്ങോട്ട് മാറിയില്ലേ. ഇതാണ് പറക്കണ. ഇത് ഏത് കൽക്കണ്ടായിരുന്നാ? ഞാൻ പേടിച്ചു. കൽക്കണ്ട് വെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ അത് അലിയൂലേ? അങ്ങനെ പിന്നെ ഒരിക്കൽ മല്ലു നമ്മുടെ മലയാറ്റൂര് വഴി മോണിക്ക പടി നടക്കുമ്പോണ്ട അവിടെ ഉള്ള ഒരു കൊട്ടാരത്തിൽ കുറെ മല്ലന്മാര് മൽപ്പിടുത്തം നടത്തുന്നു. ഈ മൽ എന്ന് കേട്ടാൽ തന്നെ നമ്മുടെ മല്ലുവിന് ഇളകുമല്ലോ. മൂപ്പര് അപ്പൊ തന്നെ ചാടി ഇറങ്ങി ഒരു 10-15 എണ്ണത്തിന് അങ്ങോട്ട് മലത്തി അടിക്കും. കുറഞ്ഞു പോയല്ലോ ചേട്ടാ. എനിക്കൊരു ജെട്ടിട്ടുടോ വെള്ളം ഇറങ്ങാൻ മാലാകിയ. ഇതേ ടൈമിൽ മൂപ്പരുടെ മലത്തിയടിക്കൽ മൊത്തം ആ കൊട്ടാരത്തിന്റെ മച്ചിന്റെ മുകളിൽ ഇരുന്ന് ഒരു മുളയെക്കൂടെ കണ്ടോണ്ടിരുന്ന ആ കൊട്ടാരത്തിലെ രാജാവിന്റെ മോള് പഞ്ചമി മൂപ്പരോട് ക്രഷ്. ഇവര് അപ്പ തന്നെ അങ്ങോട്ട് സെറ്റ് ആവും. സിനിമയിലൊക്കെ ഓരോ ലവ് ഒക്കെ സെറ്റ് ആവണ കാണാൻ ഗൈസ്. വിതുമ്പു. ഈ പാവം പിടിച്ച പഞ്ചമി രാജാവിന്റെ മോളൊന്നുമല്ല, രാജാവ് തന്റെ ചുഗത്തിനായി രാജാവിന്റെ മോളൊന്നുമല്ല, രാജാവ് തന്റെ ചുഗത്തിനായി ചാമ്പാൻ കൊണ്ടുവന്ന ഒരു ചരക്കാണെന്ന്. എനിക്കിതന്നെ ഇഷ്ടമായതുകൊണ്ട് ചോദിക്കുക. ഇതറിഞ്ഞമല്ല അപ്പൊ തന്നെ അവളെ രക്ഷപ്പെടുത്താൻ നോക്കിയ ടൈമിലാണ് അവിടുത്തെ അതേ രാജാവ് ആളുടെ കയ്യിലുള്ള ഒരു കൽക്കണ്ടം ഇവര് തന്നെ കക്കാൻ കൊട്ടേഷൻ കൊടുക്കുക. അത് അങ്ങനെ ഒരു ഭ്രാന്തൻ. ഇത് കേട്ട മല്ലു ആണെങ്കിലോ ഒരു വടിക്ക് 2 പട്ടി എന്ന് പറഞ്ഞ് അപ്പൊ തന്നെ ഈ 2നും തൂക്കിയെടുത്ത് കൊണ്ടുപോകാൻ വേണ്ടി ഓരോരോ കുണ്ടാമണ്ടിത്തരം അങ്ങോട്ട് കാട്ടാൻ തുടങ്ങും. അതൊക്കെ എന്തോന്ന് കണ്ടത്? ഇതിരി കിടന്ന് ചാടുന്നത്. ഓ, അതിനകത്തുനിന്ന് എടുക്കാനാണോ? ഓ, ഇതൊക്കെ എങ്ങനെയാടാ തിയേറ്ററിൽ ഇരുന്ന് കണ്ടത്? കാരണം അമ്പുകളൊക്കെ തിരിച്ചു വിടണം. അങ്ങനെ ഒരു തരത്തിൽ ആ കൽക്കണ്ടം കട്ട് അവളെയും തൂക്കി രക്ഷപ്പെടാൻ നിന്നപ്പോഴുണ്ടാ പോയി കേട്ടോ.
എവിടെ കൽക്കണ്ടം കണ്ടാലും ഇക്കള പിങ് പിങ് എന്ന് പറഞ്ഞ് നടക്കണ നമ്മുടെ മല്ലുവിനേക്കാൾ വലിയ ഷുഗർ അഡിക്റ്റ് ആയിരുന്നു അത്ര ഈ പഞ്ചമി. അവൾ അപ്പൊ തന്നെ മൂപ്പരെ മണ്ടയ്ക്ക് അടിച്ച് ആ കൽക്കണ്ടം എടുത്ത് കണ്ടം വഴി വിടും. അങ്ങനെ കൽക്കണ്ടം കക്കണേന്റെ ഇടയിൽ ഗേൾ ഫ്രണ്ട് തേച്ചപ്പോ അറസ്റ്റിലായ നമ്മുടെ കൽക്കണ്ട കള്ളനെ വേറൊരു രാജാവ് പിടിച്ചോണ്ടു. അപ്പൊ ഡൗട്ട്, ഇത് കൽക്കണ്ട് ഓണാ ഡയമണ്ട് ആണോ? കൽക്കണ്ട് തന്നെയാണോ ഇത്? എനിക്ക് നല്ല ഡൗട്ട് ഉണ്ട് കേട്ടാ. ഇതിന് ട്രോളനായ വേണ്ടി ഉപയോഗിക്കാണെന്ന് എനിക്കറിയാം. കൽക്കണ്ടൊക്കെ ഇങ്ങനെയൊക്കെ അടിച്ചുകൊണ്ടോ? കൽക്കണ്ട് എന്തോന്ന് ഇത്ര വിലയുള്ള സാധനവും? നമ്മളെന്ത് വിചാരിക്കും ഇതോടെ ഡയമണ്ട് ആണെന്നാണ് പക്ഷെ തോന്നുന്നത്. അങ്ങനല്ല. ഈ പിടിച്ചോണ്ട് പോയ രാജാവ് പറയും ഇതിനേക്കാൾ വലിയൊരു കൽക്കണ്ടം എടാ ഡയമണ്ട് ആയിരുന്നടാ പണ്ടാരം പിടിക്കാനായിട്ട്. ഇത് കൽക്കണ്ട്. ഈ സിനിമയിലെ മെയിൻ വില്ലനായ ബോബി ഡിയോളിന്റെ കയ്യിലുണ്ട്. അത് പോയി കട്ടിട്ട് വാന്ന് പറയും. യുവന്മാരൊക്കെ കഴപ്പേ. ആൻഡ് ഇവരിതൊക്കെ പറഞ്ഞോണ്ടിരിക്കണതിന്റെ ഇടയിൽ ഈ മല്ലുവിന്റെ കൊണ കെട്ട് സഹിക്കാൻ വയ്യാതെ ആ കൊട്ടാരത്തിൽ ഉണ്ടായിരുന്ന ഒരു പാവം പുലി മൂപ്പര് ചാടി ഇങ്ങോട്ട് തിന്നാൻ നോക്കും. പക്ഷെ മല്ലു അല്ലേ ആള്, മൂപ്പര് വെറുതെ വിടും. മൂപ്പര് ആ പുലിനെ നോക്കി പേടിപ്പിച്ച് മൂത്രം ഒഴിപ്പിച്ച് വിടും. എന്റെ ഒരു രോമത്തിൽ പോലും തൊടില്ല. നിർത്തിയങ്ങ് അവമാനിക്കുവാണെന്ന്. ഭയങ്കരം തന്നെ. അങ്ങനെ പിന്നെ നമ്മുടെ മല്ലു ആ പെരിയ കൽക്കണ്ടം കക്കാനായി മൂപ്പര ടീമിനെയും കൂട്ടി ആ അപരാധ യാത്രയ്ക്ക് അങ്ങോട്ട് തുടക്കമിട്ടു. ഇവരെല്ലാം നടയം പൊളിച്ച് തലയും വെട്ടിവെച്ച് കാലിന്റെ ഇടയിൽ ഒരു CGI കുതിരേനെയും കയറ്റി വെച്ച് ആ നാട് മുഴുവനെ കൽക്കണ്ടം നേടി നടക്കത്ത 100 കോടി പടത്തിൽ ഒരു കുതിരേനെ വാങ്ങാൻ പോലും ഇല്ല നിങ്ങൾക്ക് ബഡ്ജറ്റ്. ആളെ വെട്ടി കാലിന്റെ ഇടയിൽ കുതിരേനെ കയറ്റി വെച്ച് ഓടാത്ത കുതിരയുടെ പുറത്തിരുന്ന് ഇച്ചങ്ങ യന്ത്ര കാണിക്കുന്നു. അങ്ങനെ ഇവരുടെ ഈ കുതിരാപരാധം കണ്ട് സഹിക്കാനാവാതെ ഇവർ പോണ വഴി ഉണ്ടായിരുന്ന ഒരു മല അങ്ങോട്ട് ഇടിഞ്ഞു വീണത് നമ്മുടെ മല്ലു ഒരു ഹെഡ് റീപ്ലേസ്മെന്റ് ഫൈറ്റ് വെച്ച് അവരൊക്കെ രക്ഷിക്കും. ഇങ്ങനെ പോണ് നിങ്ങളത് കണ്ട സംഭവം പെട്ടെന്ന് കാണുമ്പോൾ ഇത്രേ ഉള്ളൂ. പക്ഷെ ഇത് ഞാൻ ഫ്രെയിം ബൈ ഫ്രെയിം കാണിച്ചു തരാം. പൊളി സാധനമാണ്. അതും കഴിഞ്ഞ് ഇവരൊക്കെ കൂടി ഒരു ക്യാമ്പ് ഫയർ വിട്ട് ഒരു പാട്ടും പാടി വെറുപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കുറച്ച് ചെന്നായിക്കൾ ഇവരെ ആക്രമിക്കാൻ വരും. സോ നമ്മുടെ മല്ലു എന്ത് ചെയ്യും അറിയാലോ, അതിനെ നോക്കി പേടിപ്പിച്ച് മുള്ളിച്ചു വിടും. ഇലയില്ലാത്ത മൊട്ടക്കാട്, ഇതിലെ പാട്ട് തന്നെയാണോ? നിനക്കൊന്ന് ഹെൽത്ത് ടോക്ക് പറയുമൊന്നും നോക്കണ്ട. നിനക്കൊക്കെ പോയി ഉറങ്ങിക്കൂടടാ അപരാധികൾ. സംഭവം ഇവിടെ എന്തുണ്ടായെന്ന് വെച്ചാ ഈ മല്ലു വെറുതെ നോക്കി പേടിപ്പിച്ചല്ല അത്രേ. ആ 2 സെക്കൻഡ് ഗ്യാപ്പിൽ മൂപ്പര് ഒരു വട്ടമേശ സമ്മേളനം കൂടി ഒരു മീറ്റിംഗ് വെച്ച് ഡീലാക്കി ആ കുറുക്കന്മാർക്ക് ഒരു ഉമ്മയും കൊടുത്ത് വിട്ടത്രേ. നീ അതിന്റെ കണ്ണി നോക്കി എന്താ ചെയ്തേ? അത് വന്ന പോലെ അങ്ങ് പോയല്ലോ. സംസാരിച്ചു. എന്താ നീ പറഞ്ഞേ? എന്തിനാ ഞങ്ങളുടെ സ്ഥലത്തേക്ക് വന്നതെന്ന് അത് എന്നോട് ചോദിച്ചു. ഈ ജന്തുക്കളെക്കാളും നല്ലത് നിങ്ങളാ, അതുകൊണ്ടാ വന്നതെന്ന് ഞാൻ പറഞ്ഞു. ഇത്രയും വലിയ ആളാ? അതെന്റെ മൂത്ത് നോക്കി 2 ഉമ്മയും കൊടുത്തു. അതും കഴിഞ്ഞ് മൂപ്പര് മലയക്കോട്ടെ വാലിബിന്റെ സിറ്റി കൂടെ പോകുമ്പോഴാണ് പണ്ട് മൂപ്പരെ തേച്ചിട്ട് പോയ പഞ്ചമീനെ കാണുക. സോ എന്തായാലും ഒരു വഴിക്ക് പറഞ്ഞ് ഈ അപരാധ യാത്രയിൽ ഇവർ അതിനെയും പിന്നെ കൂടെ കൂട്ടും. നിരവധി സ്റ്റേജുകളിൽ പറ്റിച്ചു പോയ അവളെ പിന്നെയും കൂടെ കൂട്ടിയ എന്റെ വളരെ പ്രധാനപ്പെട്ട പരിപാടി ഞാൻ ഇവിടെ കാണിക്കുകയാണ്. അപ്രത്യക്ഷയാകുന്ന സുന്ദരി, ദ വാനിഷിംഗ് ബ്യൂട്ടി. കാണാതെ അതും കഴിഞ്ഞ് കാലിനിടെ കുതിരനെ വെച്ച് ഇവര് പോയി മഴയില്ലാതെ വരണ്ടിരിക്കുന്ന ഒരു വരഗ്രാമത്തിലേക്ക് എത്തും. അവിടെ പോയി നോക്കിയപ്പോഴാ മഴ പെയ്യ്ക്കാൻ വേണ്ടി അവിടെയുള്ള നാട്ടുകാർ മുഴുവൻ പിരിവിട്ട് കുറെ ഋഷ്യശൃംഗന്മാരെ വിളിച്ച് മഴ പെയ്യ്ക്കാനുള്ള ഒരു പൂജ നടത്തിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ അവിടെ ആ പൂജ നടക്കുന്ന അതേ ടൈമിലാണ് ഒരു കാറിലാണ് നമ്മുടെ വില്ലൻ ബോബിയുടെ ആൾക്കാർ വന്ന് ആ പൂജ അങ്ങോട്ട് മുടക്കാൻ നോക്കുക. ഇത് കണ്ട ടെൻഷനായി മല്ലു ആണെങ്കിലോ ഒരു 3 അമ്പെടുത്ത് കമ്പിത്തിരി കത്തിക്കണം പോലെ അരയിലുള്ള പരുന്നിന്റെ മൂട്ടി വെച്ച് കത്തിച്ച് തീ ഉണ്ടാക്കി ഒരു ഹെഡ് റീപ്ലേസ്മെന്റ് ചാട്ടങ്ങോട്ട് ചാടി ആ കാട് മുഴുവൻ അങ്ങോട്ട് കത്തിക്കും. ആൻഡ് ഇത് കണ്ട് ടെൻഷനായി മൂപ്പരെ കൂടെ നിന്നവര് എന്തോന്നടാ അപരാധി ഈ കാട്ടിക്കൂട്ടി ഇതിന്റെ ഈ കോണത്തിലെ കാട്ടുതീ കാരണം ഞങ്ങളും ചാവലോടെ നാറി എന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് മല്ലുവിന്റെ മരണഭാഗ്യത്തിന് ഒരു മഴ അങ്ങോട്ട് പെയ്യുക. അത് ചില്ലറ മഴയൊന്നുമില്ല, മാനത്തു നിന്ന് ഒരു വലിയ തുള്ളി അങ്ങോട്ട് വരും. വലുതെന്ന് പറഞ്ഞാൽ ഏകദേശം മല്ലുവിന്റെ മുഖത്തിന്റെ അത്ര വലിപ്പുണ്ടാവും. അതിങ്ങനെ വന്ന് മൂപ്പരുടെ മുഖത്തന്നെ പ്ലക്കെന്ന് അങ്ങോട്ട് വീഴും അത്ര. അങ്ങനെ കാട്ടുതീ പടർത്തി ആ കാട് മൊത്തം കത്തിച്ച് ഓൾറെഡി വരണ്ടിരിക്കണ ആ നാടിനെ കരിയിച്ച് വിട്ട് പെരിപ്പരി അൽഫം പോലെ ആക്കി വിട്ട് മല്ലുവിന്റെ പ്രവൃത്തികൾ കണ്ട് ആ നാട് മൊത്തം മഴയിൽ അങ്ങോട്ട് ആർമാ. ആ തീ കത്തിക്കണതും മഴ വീണായിട്ട് എന്ത് ബന്ധമുള്ളേ? ഇതൊക്കെ ഏത് ലോജിക്ക്? ഇതൊക്കെ ഏത് ലോകം? എന്റെ അതും കഴിഞ്ഞിരിക്കുമ്പോഴാണ് ഇമ്മാരി അപരാധങ്ങൾ കാട്ടിക്കൂട്ടാൻ നീ ഏതാ അപരാധി മൂപ്പരുടെ കൂടെ ഉള്ളവരെ തന്നെ ഒരു കാര്യമില്ലാണ്ട് ചോദിച്ചപ്പോ മല്ലു ആളുടെ ഫ്ലാഷ് ബാക്ക് പറഞ്ഞങ്ങോട്ട് തുടങ്ങി. അമ്മ മൂപ്പര് പണ്ട് ഇവിടെ കൽപ്പാത്തിയിലെ ഒരു അഗ്രഹാരത്തിൽ വേദങ്ങൾ പഠിച്ച് ആ നാട്ടുകാർ മുഴുവൻ വെറുപ്പിച്ചുകൊണ്ടിരുന്ന ഒരു പാവം മല്ലു ആയിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് ബോബിഡിയോൾ അയച്ച കുറെ മുസ്ലിങ്ങൾ വന്ന് എല്ലാ ഹിന്ദുക്കളെയും കൊല്ലുന്നൊക്കെ പറയും. ഇത് കണ്ട ഉടനെ മാസ് കാണിക്കാനുള്ള ടൈമായി എന്ന് പറഞ്ഞ് ചാടി ഇറങ്ങിയ മല്ലു മുഴുവൻ അടിച്ച് പരത്തി അങ്ങോട്ട് കൊല്ലും. എന്റെ ഇതിൽ ദേഷ്യം വന്ന ബോബിയുടെ ടീംസ് ആണെങ്കിലും മല്ലു രാത്രി ഹെഡ്സെറ്റും വെച്ച് MX പ്ലെയറിലെ വസ്ത്രം കണ്ടോണ്ടിരിക്കുന്ന ഗ്യാപ്പിൽ ആളുടെ നാട്ടിൽ വന്ന്
നാട്ടിൽ വേദങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കണം കട്ടപ്പ അടക്കമുള്ള എല്ലാ വേദവ്യാസികളെയും പിടിച്ചോണ്ട് പോകും. ഡേ ആ മല്ലു തല്ലിയ മല്ലുവിനെ പിടിച്ചോണ്ട് പോടെ, എന്തിനടാ മിണ്ടാണ്ടിരുന്ന ആ മിണ്ടാപ്രാണികളെ പിടിച്ചോണ്ട് പോകും, എന്നടാ ലോജിക്ക്. സോ നമ്മുടെ മല്ലു പറഞ്ഞു വന്നത് ഈ കട്ടപ്പ ഉൾപ്പെടെ ബോബിഡിയോള് മൂപ്പരുടെ നാട്ടിൽ നിന്ന് പിടിച്ചോണ്ട് പോയ ഈ വേദശാസ്ത്രങ്ങളെ മുഴുവൻ തിരിച്ച് നാട്ടിൽ കൊണ്ടുവരാനായിരുന്നു അത്രേ മല്ലു ഈ കാട്ടപരാധങ്ങൾ മൊത്തം കാട്ടിക്കൂട്ടിയത്. അതിന്റെ ഇടയിൽ അവന്റെ അമ്മൂമ്മന്റെ കൽക്കണ്ട ആൻഡ് ഈ ഫ്ലാഷ് ബാക്ക് കേട്ട് പുളകിതരായ മൂപ്പരുടെ ടീമിലുള്ള ബാക്കിയുള്ളവരൊക്കെ നീ ഒറ്റയ്ക്ക് അങ്ങോട്ട് ഉണ്ടാക്കണ്ട, ഞങ്ങളും കൂടി ഒസ്താന്ന് പറഞ്ഞു മല്ലുവിന്റെ കൂടെ അങ്ങോട്ട് ഇറങ്ങി തിരിച്ച് എല്ലാം കൂടി ബോബിഡിയോള് നടത്തുന്ന ഒരു പൂ മാർക്കറ്റിൽ എത്തിച്ചേരും. അവിടെയുള്ള ഹിന്ദുക്കളെ മൊത്തം ബോബിയുടെ മുസ്ലിംസ് അടിച്ചു കൊല്ലുന്നത് കണ്ട നമ്മുടെ മല്ലു അവന്മാരെ മൊത്തം ഒറ്റയ്ക്ക് ഓടിച്ചിട്ട് തല്ലിക്കൊന്ന് ആ മാർക്കറ്റ് മൊത്തം തീയിട്ട് പുകയ്ക്കും. എന്നിട്ട് മൂപ്പര് അപ്പൊ തന്നെ പോയി ആ ബോബിനെ കൊന്ന് കട്ടപ്പനെ തിരിച്ച് നാട്ടിക്ക് അമ്പട പൊളിച്ചു. അത് അടുത്ത പാർട്ടി കാണിക്കാൻ അങ്ങനെ ഒരിക്കലും സെക്കൻഡ് പാർട്ട് വെളിച്ചം കാണില്ലാത്ത മറ്റൊരു ഫസ്റ്റ് പാർട്ട് അവരത് നിർത്തണ പോലെ പടം നിർത്തൽ. നിങ്ങളിത് കണ്ട ബാറ്റിൽ ഫീൽഡ് എന്നൊക്കെ ഇതെന്തൊരു ഗെയിമാ? പാർട്ട് 2 ബാറ്റിൽ ഫീൽഡ് എന്നൊക്കെ എന്റെ പൊന്നു, ഇതൊക്കെ ആര് പോയി കാണാനാണ്? പണ്ട് ഇതുപോലൊരു പടം ഇറങ്ങിയതാണ് ബ്രോ. വീഡിയോ വിഷയം ബ്രോ, വിഷയം. അത് എന്തായാലും പാർട്ട് 2 ഒക്കെ എന്തിനി ഒരുത്തനെ കൊല്ലാൻ വേണ്ടി? എന്തായാലും എൻ്റെ 2.5 മണിക്കൂർ സേവ് ആയിട്ടുണ്ട്. 8 മിനിറ്റ് എനിക്ക് 2.5 മണിക്കൂർ സേവ് ആയിട്ടുണ്ട്. വാട്ട് എ മാജിക്കൽ എക്സ്പീരിയൻസ് ഗൈസ്, മാജിക്കൽ എക്സ്പീരിയൻസ്. ഓ ഗൈസ്, ഇതിനെപ്പറ്റി എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. ഇത് നല്ലൊരു ഇതാണ്. ഇതിനെപ്പറ്റി കൂടുതലുള്ള ഇതൊന്നും എനിക്ക് പറയാനില്ല. സോ ഇതെങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് ഇത് ചെയ്യുക. സോ എന്തായാലും ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിലൊക്കെ ഷെയർ എത്തിക്കുക. അപ്പോൾ ശരി, മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ.